നമ്മൾ KFCയിൽ നിന്നും ചിക്കിങ്ങിൽ നിന്നുമൊക്കെ വാങ്ങിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും പറയുമല്ലോ. 1 കിലോ ചിക്കനിലാണ് ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ഒണിയൻ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കണം. ഒണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചാലും മതി. ഇതൊരല്പം വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി സവാളയും. ഇത് രണ്ടും കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കാം. അതരച്ച് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത്, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന ബൗളിലേക്ക് 1/2 കപ്പ് നല്ല കട്ടി തൈര് ഇട്ട് കൊടുക്കുക. പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് കൂടി. ഇനി വേണ്ടത് വിനാഗിരിയാണ്. വിനീഗർ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ വിനീഗറാണ് ചേർത്തിരിക്കുന്നത്. ആപ്പിൾ സിഡർ വിനീഗർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 കിലോ ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി. എരിവുള്ള മുളക് പൊടി തന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. മുളകൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതാണ് നമ്മൾ അരച്ച് വെച്ച ഓണിയൻ ഗാർലിക് പേസ്റ്റ്. ഇത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഒരല്പം ഒറിഗാനോ കൂടി ചേർക്കുന്നത് നല്ലതാണ്. ആ ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടും. ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതുപോലൊരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കട്ട കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊരൽപ്പം മുമ്പിൽ നിൽക്കുന്നുണ്ടാവും, കാരണം ചിക്കനിലേക്ക് കൂടി പിടിക്കേണ്ടതാണല്ലോ. ചിക്കൻ പീസ് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതിൻ്റെ സ്വാദ് കൂടാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൗൾ ഒരല്പം ചെറുതായതുകൊണ്ട് ഞാനൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ മുകൾ ഭാഗമൊക്കെ അടിയിൽ പോകത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു. ഒരു 4 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ടതാണ്. ഞാനൊരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.25 മുതൽ 2 കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ കൂടി ചേർക്കാം. ഇനി ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ നിറച്ചും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലും ഒരല്പം ഒറിഗാനോ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ ഒരു 2 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചിക്കനാണ്. ഇടയിൽ ഒന്ന് ഇളക്കിയിട്ടിരുന്നു. ഇനി ഓരോ ചിക്കൻ പീസും ഈ പാലും തൈരും എല്ലാം ചേർന്ന മിക്സ്ചറിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കുട്ടികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയല്ലേ ഈ KFC ചിക്കൻ അഥവാ ചിക്കിങ്ങിലേക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിച്ച് ഒന്നും എവിടെ നിന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ. അത്രയൊരു ഹെൽത്തി റെസിപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വല്ലപ്പോഴുമൊക്കെ ട്രൈ ചെയ്യാം. ബാക്കി വന്ന ഈ മിക്സ്ചറിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ചിക്കനിലേക്ക് മാവ് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ബൈൻഡിങ് കിട്ടും. ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മൈദ കോൺഫ്ലവർ കൂട്ടിൽ നിന്ന് ഒരല്പം ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാം. നല്ല കട്ടിയുള്ള ഒരു പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓരോ പീസ് ചിക്കനും
നമ്മളിപ്പോൾ പൊടി കൂടി കൂട്ടിയെടുത്ത് ആ മാവിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് എക്സസ് വരുന്ന മാവ് തട്ടിക്കളഞ്ഞിട്ട് ഈ പൊടിയിലേക്ക് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പൊടി നല്ല പോലെ കോട്ട് ചെയ്ത് വരണം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും. ഈ കോട്ടിങ്ങാണ് ഇരുന്ന് മുരിഞ്ഞ് നല്ല ഒരു ക്രിസ്പി ടെക്സ്ചർ തരുന്നത്. അതുകൊണ്ട് പൊടി ഒട്ടും കുറയ്ക്കണ്ട. ഇങ്ങനെ എല്ലാ പീസും റെഡിയാക്കി വെക്കണ്ട. നമ്മൾ ആദ്യം ഇടുന്ന ഒരു 3-4 പീസ് മാത്രം ഇപ്പോൾ റെഡിയാക്കി വെക്കുക. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കോട്ട് ചെയ്തെടുക്കണം. 4 പീസ് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണം. നല്ല കട്ടിയുള്ള പാനായിരിക്കണം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. വല്ലാതെ ലോ ഫ്ലെയിമിൽ വെക്കരുത്, എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒരു 15 മിനിറ്റോളം ചിക്കൻ കുക്കാവേണ്ടി വരും. ഞാൻ ഈ ചിക്കൻ കറി പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് തന്നെ സാമാന്യം നല്ല വലിയ പീസസാണ്. ഒരുപാട് വലിയ പീസിനേക്കാളും അതായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഇതൊരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് ചിക്കൻ നല്ലപോലെ കുക്കാക്കി എടുക്കുക. ഒരുപാട് മുരിഞ്ഞ് ബ്രൗൺ കളറൊന്നും ആവണ്ട. പുറം നല്ലപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. ഉള്ളിൽ നല്ലപോലെ വേവുകയും വേണം. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇത് കോരിയെടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്നുകൂടി നല്ലപോലെ കൂട്ടി വയ്ക്കുക. ആ എണ്ണ നല്ലപോലെ തിളച്ചിരിക്കുന്ന സമയത്ത് വേണം കോരിയെടുക്കാൻ. അപ്പോൾ എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയായി വരുന്നു. ഇത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. പുറം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അധികം ചൂട് കളയാതെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ നല്ലപോലെ കളഞ്ഞെടുക്കുക. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ടവലിലേക്കോ മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.